നമസ്കാരം, ക്വാണ്ടം ഡയലോഗ്സിൻ്റെ അടുത്ത ഒരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ്. നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിൻ്റെ വക്താവായ മോസ്ലി അതിൻ്റെ ഉത്ഭവത്തിനായി പിന്തുടർന്ന ചില ക്വാണ്ടം മെക്കാനിക്സ് പ്രിൻസിപ്പിൾസിനെ പറ്റി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാജി സാറും ഡോക്ടർ ഷൈജുവുമാണ്. നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഈ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ബോർ ആറ്റം മോഡലും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ തുടക്കം ആറ്റങ്ങളിൽ നിന്നാണല്ലോ. ആറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളും നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റില്ല. പിന്നെ പറ്റുന്നത് ഇൻഡയറക്റ്റായിട്ട് അതിൽ നിന്നുള്ള സ്പെക്ട്രം ഇതൊക്കെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പെക്ട്രൽ രേഖകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നത്. അപ്പോൾ അതിലെപ്പോഴും കേൾക്കുന്ന പ്രയോഗങ്ങളാണ് SPDF ഓർബിറ്റൽസ് പറയുന്നത്. അതെന്താണെന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. SPDF എന്നുള്ളത് സാധാരണയായിട്ട് നമ്മൾ ഉപഷെല്ലുകൾ, സബ്ഷെല്ലുകളെ ആറ്റത്തിനകത്ത് വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാധാരണയായിട്ട്. ഇതിനും സ്പെക്ട്രമായിട്ടൊരു ബന്ധമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആൽക്കലി മെറ്റലുകളുടെ സ്പെക്ട്രം, അതായത് ആറ്റം പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ പീരീഡിൽ വരുന്ന ആളുകളാണല്ലോ നമ്മൾ ആൽക്കലി മെറ്റലുകൾ വിളിക്കുന്നത് സാധാരണയായിട്ട്. അപ്പോൾ ഈ ആൽക്കലി മെറ്റലുകളുടെ ലിഥിയം, പൊട്ടാസ്യം, സോഡിയം പോലുള്ള മൂലകങ്ങൾ വരുന്ന ആ ഒരു പീരീഡിൽ വരുന്ന മൂലകങ്ങളുടെ സ്പെക്ട്രം, ആ സ്പെക്ട്രത്തിനകത്ത് കാണുന്ന സ്പെക്ട്രത്തിൻ്റെ സ്വഭാവം വെച്ചിട്ടാണ് ഈ സബ്ഷെല്ലുകൾക്ക് പേര് വന്നിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഷാർപ്പ്, വളരെ നേരിയ എന്നാൽ നേരോ ആയിട്ടുള്ള സ്പെക്ട്രം, എന്നാൽ കുറച്ച് തീക്ഷ്ണമായിട്ടുള്ള സ്പെക്ട്രം വരുമ്പോൾ അതിന് ഷാർപ്പ് എന്നുള്ള പേര് കൊടുത്തു, S എന്നുള്ള പേര് കൊടുത്തു. കുറച്ചുകൂടി പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്പെക്ട്രത്തിന് പ്രിൻസിപ്പൽ എന്ന് പേര് കൊടുത്തു. പിന്നീട് കുറച്ച് മങ്ങിയതും കുറച്ച് വീതി കൂടിയതുമായിട്ടുള്ള വർണ്ണരാജികളുടെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഡിഫ്യൂസ് എന്നുള്ളതിനകത്ത് D എന്നുള്ളത് കൊടുത്തു. പിന്നെ കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കുറേ സ്പ്ലിറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള സ്പെക്ട്രത്തിന് ഫണ്ടമെൻ്റൽ എന്നുള്ളതിനകത്ത് F എന്നുള്ള പേര് കൊടുത്തു. പിന്നീട് ഈ സോമർഫെൽഡിൻ്റെ ഒക്കെ ഒരു ശ്രമഫലമായിട്ട് പിന്നീട് നമ്മൾ ബോർ മോഡൽ കുറച്ചുകൂടി വിപുലീകരിച്ച സമയത്ത് ഈ ഒരു ഉപഷെൽ എന്നുള്ള ആശയം ഉണ്ടാവും. ഈ ഉപഷെല്ലുകൾക്ക് ഇങ്ങനെ നമ്മൾ SPDF എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. നിലവിൽ നമ്മൾ 118 മൂലകങ്ങളാണ് നമ്മുടെ പീരിയോഡിക് ടേബിളുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ SPDF എന്നുള്ളത് മതി. തൽക്കാലം നമുക്ക് ഇത്രയും ഉപഷെല്ലുകളുടെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ. ഭാവിയിൽ കൂടുതൽ മൂലകങ്ങൾ വരികയാണെങ്കിൽ നമുക്കിത് തികയാതെ വരും. പുതിയ ഇലക്ട്രോണുകൾ പുതിയ ഉപഷെല്ലുകളിലേക്ക് നമ്മൾ മാറ്റേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് SPDF കഴിഞ്ഞാൽ പിന്നീട് G, H, I എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പുതിയ ഉപഷെല്ലുകൾക്ക് നമുക്ക് പേര് കൊടുക്കാൻ സാധിക്കും. ഈ SPDF എന്നുള്ളത് പോലെ തന്നെ KLMN എന്ന് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ബോറിൻ്റെ മാതൃകയിൽ നമുക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സ്പെക്ട്രത്തെ, ഒരു സാധാരണ സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ നമ്മൾ കാണുന്ന സ്പെക്ട്രൽ വർണ്ണരാജിയിലെ ആ രേഖകളെ, സ്പെക്ട്രൽ രേഖകളെ നമ്മൾ വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ KLMN എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ ഷെല്ലുകൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ABCD എന്ന് പേര് കൊടുക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് കുട്ടികൾ ചോദിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വന്നില്ലെങ്കിൽ നമ്മളുടെ രീതി ശരിയല്ല എന്ന് നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷെ അതിനൊരു കൃത്യമായ കാരണമുണ്ട്. സയൻസിനകത്ത് ഒരു കാര്യത്തിനും നമുക്ക് കൃത്യമായ ഒരു ലോജിക്കില്ലാതെ ഒന്നും ഉണ്ടാവില്ല. നിലവിൽ നമ്മൾ നോക്കിയാൽ കെമിസ്ട്രിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പലതും നമ്മളൊരു ചരിത്രമൊക്കെ പഠിപ്പിക്കുന്നത് പോലെ കൃത്യമായ ഒരു ലോജിക്കൊന്നും ഇല്ലാതെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് എങ്ങനെയാണ് മാർത്താണ്ഡവർമ്മ എന്നൊരു പേര് വരുന്നത് എന്നുള്ളതിന് നമുക്ക് കൃത്യമായ ലോജിക്കൊന്നും പറയാനുണ്ടാവില്ല. ഒരാൾക്ക് തോന്നുന്ന പേര് നമുക്ക് ഇടുക എന്നുള്ളതാണ്. അതേപോലെ ചരിത്രത്തിലൊരു രാജാവിന് പേരെങ്ങനെ വന്നെന്നൊക്കെ പറയുന്നത് പോലെ ആണ് പലപ്പോഴും നമ്മൾ നിർഭാഗ്യവശാൽ ഒരേ സ്വതന്ത്രത്തിലുള്ള പല കാര്യങ്ങളും കുട്ടികളിലേക്ക് അവതരിപ്പിക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈ KLMN എന്നുള്ള ഷെല്ലുകൾക്ക് പേരിട്ടത് വേണമെങ്കിൽ പറയാം. അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. ആ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എക്സ്റേയുടെ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എക്സ്റേയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തി ബെർക്കലെയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് എക്സ്റേ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ വരുന്നതാണെന്നുള്ള കാര്യം, വൈദ്യുതകാന്തിക തരംഗമാണെന്നുള്ള കാര്യം അദ്ദേഹമാണ് തെളിയിക്കുന്നത്. ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ് ഈ ബെർക്കലിയൊക്കെ ഉള്ളത്? അത് നീൽസ് ബോറിനൊക്കെ മുമ്പാണോ അതോ അതിന് ശേഷമാണോ? ഏത് കാലഘട്ടത്തിലാണെന്ന്? നീൽസ് ബോറിന് മുമ്പാണ്. എന്നാൽ ആ സമയമാകുമ്പോൾ ഇത് 1900 ശേഷമാണ്. ക്വാണ്ടം തിയറി വന്നിട്ടുണ്ട്, പ്ലാങ്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ 1900-നും 1910-നും ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അന്ന് എക്സ്റേ എന്താണെന്ന് റോൺജൻ
1900 മുമ്പ് തന്നെ കണ്ടിട്ടുണ്ട്. 1990കളിലാണ് റോൺജൻ എക്സ്റേ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇത് എവിടുന്ന് വരുന്നു എന്നുള്ള കാര്യമൊന്നും അറിയുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതൊരു വൈദ്യുതകാന്തിക തരംഗമാണെന്നുള്ള അറിയുണ്ടായിരുന്നില്ല. അത് ബെർക്കലെയാണ് ഈ പോളറൈസേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വൈദ്യുതകാന്തിക തരംഗമാണെന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മറ്റൊരു സംഭാവന, അദ്ദേഹം ഈ എക്സ്റേകളെ അദ്ദേഹം പട്ടികപ്പെടുത്തി. അതിനെ തുളച്ചു കയറാൻ, എക്സ്റേ തുളച്ചു കയറും നമുക്കറിയാലോ. അപ്പോൾ ഈ തുളച്ചു കയറാനുള്ള എക്സ്റേയുടെ ഈ പെനിട്രേറ്റീവ് പവർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്റേകൾ അദ്ദേഹം വർഗീകരിച്ചു. അപ്പോൾ വർഗീകരിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രശ്നം, ഇതിന് പേര് എങ്ങനെ കൊടുക്കാമെന്നുള്ളതായിരുന്നു. എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല, അപ്പോൾ പേര് കൊടുക്കണം. അപ്പോൾ റോൺജൻ ചെയ്തത് നമുക്കറിയാം, ആൽഫബറ്റിനകത്തുള്ള എക്സ് എന്നുള്ള ഒരു വാക്ക് വെച്ചിട്ടാണ് അതിന് അദ്ദേഹം പേര് കൊടുത്തത്. അദ്ദേഹം റോൺജൻ തരംഗം എന്നൊന്നും അദ്ദേഹം പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും എക്സ് കൊടുത്തത്. അതെ അതെ, ഈ ആൾജിബ്രയിലൊക്കെ അതെ എക്സ് സ്ക്വയർ എന്നൊക്കെ ഇടുന്നത് പിന്നീട് എക്സ് കണ്ടുപിടിക്കാനുള്ളതിലാണല്ലോ. അതെ അതെ അതെ, എക്സ് എന്നുള്ള പേര് കൊടുത്ത് അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ ജർമ്മൻകാർ അതിന് റോൺജൻ റേസ് തന്നെയാണ്, അല്ലെങ്കിൽ റോങ്കൻ റേസ് എന്നാണ് പറയാറുണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്. ജർമ്മനിയിൽ ഇപ്പോഴും അവർക്ക് കുറച്ച് രാജ്യസ്നേഹമുള്ള എന്നുള്ള അർത്ഥത്തിൽ അവർ പലപ്പോഴും അവരുടെ നാട്ടുകാരനെ അംഗീകരിക്കുന്ന രീതിയിൽ ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം കൊടുത്തതുപോലെ തന്നെ ആൽഫബറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ബെർക്കലെ തീരുമാനിച്ചത്. അങ്ങനെ അദ്ദേഹം തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നം, ഇപ്പോൾ എ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എ എക്സ്റേ, ഏറ്റവും ശക്തി കൂടിയതിന് എ എക്സ്റേ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരാൻ പോകുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള മറ്റൊരു എക്സ്റേ വന്നാൽ അതിന് പേര് കൊടുക്കാൻ ഈ നമ്മുടെ അക്ഷരമാലാക്രമത്തിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പുറത്ത് വേറെ ഇല്ല നമുക്ക്. അപ്പോൾ അദ്ദേഹം ബുദ്ധിപരമായ ഒരു തീരുമാനം എടുത്തത് ഏകദേശം ഈ അക്ഷരമാലയിൽ നിന്ന് നടുവിൽ, ഇംഗ്ലീഷ് അക്ഷരമാല നടുവിൽ വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ കെയിൽ വെച്ച് തുടങ്ങുകയാണെങ്കിൽ അതിൽ കൂടുതൽ ശക്തിയേറിയ എക്സ്റേകൾ പിന്നീട് കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ ഇപ്പുറത്തേക്ക് സ്ഥലമുണ്ട്, ബാക്കി ഇങ്ങോട്ട് നമുക്ക് കൊടുക്കുകയും അപ്പുറത്തേക്ക് സ്ഥലമുണ്ട്. അപ്പോൾ അദ്ദേഹം കെ എക്സ്റേ, എൽ എക്സ്റേ ഒക്കെ അദ്ദേഹം അങ്ങനെ കണ്ടെത്തി. പിന്നീട് ആണ് മനസ്സിലാവുന്നത് ഈ എക്സ്റേ ഉണ്ടാവുന്നത് ഇലക്ട്രോണുകൾ അവയുടെ ഷെല്ലുകളിൽ നിന്ന് പുറത്തേക്ക് പോയതിന് ശേഷം, ഉയർന്ന ഊർജ്ജാവസ്ഥയിലേക്ക് പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ, ഇപ്പോൾ ഊർജ്ജം സ്വീകരിച്ചുകൊണ്ടായിരിക്കുമല്ലോ പുറത്തേക്ക് പോകുന്നത്, ബോറിൻ്റെ മാതൃകയിൽ അതാണല്ലോ നമ്മൾ പറയുന്നത്. അതിനുശേഷം തിരിച്ച് ഉള്ളിലുള്ള ഷെല്ലുകളിലേക്ക് ചാടുന്ന സമയത്ത്, വരുന്ന സമയത്ത് ഊർജ്ജം പുറത്തേക്ക് വിടും. ആ ഊർജ്ജത്തിന് ഏറ്റവും ഉള്ളിലുള്ള ഷെല്ലിലേക്കാണ്, അതായത് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ഷെല്ലിലേക്കാണ് ചാടുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം അപ്പോൾ പുറത്തു വിടുന്നത്. അപ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ള എക്സ്റേ അപ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അന്ന് കണ്ടെത്തിയ ഏറ്റവും ശക്തമായിട്ടുള്ള എക്സ്റേ, അതായത് അന്നത്തെ കെ എക്സ്റേക്ക് കാരണമാകുന്ന ഷെല്ല്, ഏറ്റവും ഉള്ളിലുള്ള ഷെല്ല്, അതിന് കെ ഷെല്ല് എന്ന് പേര് കൊടുത്തു. എൽ എക്സ്റേക്ക് കാരണമാകുന്ന തൊട്ടടുത്ത് അത്രയും ഊർജ്ജമില്ലാത്ത എക്സ്റേക്ക് കാരണമാകുന്നതിന് എൽ ഷെല്ല് എന്ന് കൊടുത്തു. പിന്നീട് എൽ ഷെൽ, എം ഷെൽ, അങ്ങനെ പേര് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എക്സ്റേയുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും KLMN എന്നുള്ള പേര് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചരിത്രം കുട്ടികളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുക ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ ലോജിക്കോ, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ലോജിക്ക് ഇല്ല എന്നാണ് പലപ്പോഴും കുട്ടികൾ വിചാരിക്കുക. അപ്പോൾ ബെർക്കലിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1917 ഫിസിക്സിലുള്ള നോബൽ പ്രൈസ് അദ്ദേഹത്തിൻ്റെ ഈ എക്സ്റേ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ എക്സ്റേ പഠനത്തിൻ്റെ തുടർച്ചയായിട്ട് എക്സ്റേയിൽ ഇതേപോലെ തന്നെ മൂലകങ്ങളുമായിട്ട് എക്സ്റേകൾ കൂട്ടിയിടിക്കുന്ന സമയത്തുണ്ടാവുന്ന എക്സ്റേകൾ, സെക്കൻഡറി ആയിട്ടുള്ള എക്സ്റേകളെ പറ്റിയൊക്കെ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഹെൻറി മോസ്ലി. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞു. അത് ഈ എക്സ്റേകളുടെ തരംഗദൈർഘ്യം അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയാം, അതിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ആറ്റോമിക നമ്പറുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യമാണ്. വളരെ ലളിതമായ ഒരു ബന്ധം ഇവ തമ്മിലുണ്ട്. അറ്റോമിക് വെയിറ്റ് അല്ല, അറ്റോമിക് നമ്പറാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതെ അതെ അതെ, ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ ഒരു കാര്യമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അത് ആവർത്തന പട്ടികയിൽ പീരിയോഡ് ടേബിളിൽ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുന്ന രീതിയിലും അതിനകത്തുനിന്ന് മാറ്റം വന്നു കാണും അല്ലേ? അതെ, അത് വലിയൊരു മാറ്റമായിരുന്നു. അപ്പം നമുക്ക് ആറ്റോമിക ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പീരിയോഡിക് ടേബിളായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത്. അത് വളരെ കൃത്യമാണ്, നമുക്ക് പലപ്പോഴും പറയാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു കാര്യം ചോദിക്കുക, അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഒരു പക്ഷേ അറ്റോമിക് വെയിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു കാണും. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാനുള്ള അത്ര എളുപ്പമല്ല. അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമായിട്ടാണ് ബന്ധം വരുന്നത്. ന്യൂക്ലിയസ് ഒക്കെ കണ്ടെത്തിയതിന് ശേഷമാണ് ഈ ഒരു ആശയം വരുന്നത്. കാരണം പ്രോട്ടോണിൻ്റെ ഭാരം ഇലക്ട്രോണിൻ്റെ ഭാരം പോലെ തന്നെ ആയിരിക്കും എന്നാണ് ആദ്യകാലത്തൊക്കെ വിചാരിച്ചത്. പ്രത്യേകിച്ച് ജെ തോംസണിൻ്റെ ഒക്കെ സമയത്ത് പ്രോട്ടോണിൻ്റെ
ഭാരം ഇലക്ട്രോണിൻ്റെ ഭാരം ഏകദേശം തുല്യമായിട്ട് തന്നെയായിരിക്കും വരിക എന്നാണ് അന്ന് കരുതിയത്. കാര്യം നമുക്ക് ഇലക്ട്രോണുകളെ പറ്റി അന്ന് തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആറ്റത്തിൽ ഇലക്ട്രോൺ ഒരുപാട് പ്രോട്ടോൺ വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണുകളും വേണ്ടി വരും, ഇലക്ട്രോണുകളും വേണ്ടി വരും. അപ്പൊ ജെ തോമസൺ മോഡലിൽ തന്നെ 1000-ൽ പരം ഇലക്ട്രോണുകൾ ഹൈഡ്രജൻ ഉണ്ടെന്നുള്ളതാണ് ജെ തോമസൺ കരുതിയിരുന്നത്. അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രോട്ടോണുകൾ വേണ്ടി വരുമല്ലോ. പക്ഷെ പിന്നീടാണ് മാർസ്ഡന്റെയും ഗീഗറിൻ്റെ ഒക്കെ തന്നെ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് പിന്നീട് റുദർഫോർഡിന്റെ ഒരു ആശയം വന്നപ്പോഴാണ് ഇതിന്റെ ഭാരത്തിന്റെ വലിയൊരു ഭാഗവും ഇതിന്റെ കേന്ദ്രത്തിലാണ്, കേന്ദ്രത്തിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ആശയം വരുന്നത് പിന്നീടാണല്ലോ. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് ശരിക്കും ആറ്റോമിക നമ്പർ എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. അത് ഈ എക്സ്റേയുടെ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ ആറ്റോമിക നമ്പറും ഈ എക്സ്റേയും ഈ എക്സ്റേ ഇടിച്ചിട്ട് ഉണ്ടാവുന്ന സെക്കൻഡറി എക്സ്റേകൾ, ഈ മൂലകങ്ങളായിട്ട് ഇടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സെക്കൻഡറി എക്സ്റേകളുടെ ആവൃത്തിയും ഫ്രീക്വൻസിയും തമ്മിൽ ബന്ധം വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം ഈ ഹെൻറി മോസ്ലി കണ്ടെത്തി. അങ്ങനെയാണ് നമ്മളുടെ ആദ്യത്തെ പീരിയോഡിക് ലോ നമ്മൾ മാറ്റുന്നത്. ആദ്യത്തെ പീരിയോഡിക് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആറ്റോമിക ഭാരവും അതുപോലെ തന്നെ മൂലകങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളും ഒരാവർത്തനം കാണിക്കുന്നു, ഒരു പീരിയോഡിസിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു നമ്മളുടെ ആദ്യത്തെ പീരിയോഡിക് ടേബിളിനകത്ത് ഉണ്ടായിരുന്നത്. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ അതാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കുഴപ്പം പ്രധാനമായിട്ടുള്ളത് ഈ ഫ്രാക്ഷനായിട്ടാണ് പലപ്പോഴും ഈ ആറ്റോമിക ഭാരം വരുന്നത്. അതൊരു പൂർണ്ണസംഖ്യ ആയിരിക്കില്ല പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങൾ അവിടെ വന്നിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്രോമിയം നിക്കലും, ക്രോമിയത്തിൻ്റെയും നിക്കലിൻ്റെയും ഒരു സ്ഥാനത്തിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ആറ്റോമിക ഭാരം എടുക്കുന്ന സമയത്താണെങ്കിൽ. അത് കറക്റ്റ് അതിൻ്റെ സ്വഭാവ സവിശേഷത അനുസരിച്ച് അതിൻ്റെ ശരിയായ ഒരു പീരിയഡിൽ ശരിയായ ഒരു ഗ്രൂപ്പിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് മോസ്ലിയുടെ ഈ ഒരു കണ്ടെത്തലോട് കൂടിയാണ്. മോസ്ലിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതായിരുന്നു. അതായത് ക്രോമിയം ആദ്യം വന്ന സ്ഥാനത്ത് നിന്ന് മാറി. അതായത് ക്രോമിയത്തിന് ഇന്ന് നമുക്കറിയാം ക്രോമിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 27-ഉം നിക്കലിൻ്റെ 28-ആണ്. ഇത് കറക്റ്റ് പൊസിഷനിലേക്ക് വന്നത് ഈ ആറ്റോമിക നമ്പർ എന്നുള്ള ആശയത്തിലേക്ക് മോസ്ലിയുടെ ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള തിരുത്തലിൽ നിന്നാണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ആധുനിക ആവർത്തന പട്ടിക എന്നുള്ളൊരാശയം വന്നു. ആധുനിക ആവർത്തന പട്ടിക ആറ്റോമിക നമ്പറും അതുപോലെ തന്നെ മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകളും ഒരു ആവർത്തനം കാണിക്കുന്നു, പീരിയോഡിസിറ്റി കാണിക്കുന്നു എന്നുള്ള ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഇത് 1914 ഈ ഒരു സംഭവം നടക്കുന്നത്. നിർഭാഗ്യവശാൽ 15-ൽ മോസ്ലി 27-ാം വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു ഇരയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ശാസ്ത്രലോകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ആ പ്രതിഷേധം കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് സന്നദ്ധ പ്രവർത്തകരായിട്ട് ഈ വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ മുന്നണിയിലേക്ക് വിടരുത് എന്നുള്ളൊരു തീരുമാനം ബ്രിട്ടൻ എടുത്തു. അത് മറ്റു രാജ്യങ്ങളും അത് ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ ഈ രീതിയിലേക്ക് യുദ്ധ സ്ഥലങ്ങളിലേക്ക് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒരു പക്ഷേ പിന്നീട് രക്ഷപ്പെട്ടത് മോസ്ലിയുടെ ഈ ദാരുണമായിട്ടുള്ള മരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. മോസ്ലിക്ക് നോബൽ പ്രൈസ് തീർച്ചയായിട്ടും കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മരണത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് അത് സ്വാഭാവികം ലഭിക്കാതെ പോയിട്ടുള്ളത് എന്നുള്ളതാണ് വലിയ ഒരു വിഭാഗം ജീവചരിത്രകാരന്മാരും അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരും ആളുകളും വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷെല്ലുകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ പരീക്ഷണങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. വെറും ഒരു ആശയം പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടാവുന്നതല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ബോർ ഈ ആശയം ഒരു ഷെല്ലിൽ നിന്ന് മറ്റൊരു ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ ജമ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ക്വാണ്ടൈസ്ഡ് ആണ് എന്നുള്ള ആശയം വെക്കുന്ന സമയത്ത് തന്നെ 1914 മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പരീക്ഷണം ഇത് ശരിവെക്കുന്നുണ്ട്. ആ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ രണ്ട് വളരെ പ്രശസ്തരായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ അവർ നടത്തിയിട്ടുള്ളതാണ്. അത് ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻ്റ് എന്നാണ് നമ്മളൊന്ന് വിളിക്കുന്നത്, അതിനെ പരീക്ഷണം എന്നാണ് വിളിക്കുന്നത്. ഫ്രാങ്കും ഹെഡ്സും കൂടി നടത്തിയിട്ടുള്ള പരീക്ഷണം. അവർ ഒരു നിർമ്മാത കുഴലിൽ മിക്കവാറും എല്ലാ ആ കാലത്തെ പരീക്ഷണങ്ങളിലും ഒരു വാക്വം ട്യൂബാണ് പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. ബൾബിൻ്റെ കണ്ടുപിടുത്തമൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ബന്ധമൊക്കെ ഉണ്ട്. ശരിക്കും ഇലക്ട്രോണിക്സിൻ്റെ ആരംഭമൊക്കെ ആയിട്ട് ഇതിന് ബന്ധമുണ്ട്.
അതൊരു വല്ലാത്തൊരു ഉപകരണമായിരുന്നു ശരിക്കും. കാരണം ഈ ഇത്ര എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോഴേ നല്ലൊരു വാക്യൂം ട്യൂബ് ഉണ്ടായേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇലക്ട്രോണെയാണ് കടത്തിവിടുന്നത്. സാധാരണ വായുവിലൂടെ ഇലക്ട്രോൺ കടന്നു പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ആറ്റങ്ങളിൽ തട്ടിയിട്ട് അത് പെട്ടെന്ന് അതിൻ്റെ എന്താ പറയുക ഗതിയോർജ്ജം നഷ്ടപ്പെട്ടതിന് അധികം ചലിക്കാൻ പറ്റില്ല. അപ്പോൾ സാമാന്യം നല്ല വാക്യം ഉണ്ടെങ്കിലാണ് ഇലക്ട്രോണുകളെ വിടാൻ പറ്റുള്ളൂ. പിന്നെ ഈ മെർക്കുറി വെച്ചിട്ടാണ് എക്സ്പെരിമെൻ്റ് ചെയ്തത്. അപ്പോൾ മെർക്കുറിയുടെയും ചെറിയൊരു അളവുണ്ടാവണം അവിടെ. മെർക്കുറി ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അത് അങ്ങനെയാണ് ഫ്രാങ്കെറ്റ്സ് പരീക്ഷണം നടന്നത്. അതെ, അവർ ഈ മെർക്കുറിയുടെ വളരെ കുറഞ്ഞ അളവിലുള്ള മെർക്കുറി ബാഷ്പം നിറച്ചിട്ടുള്ള ഈ ട്യൂബിലൂടെ ഇലക്ട്രിസിറ്റി പ്രവഹിപ്പിക്കുകയാണ് ചെയ്തത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രിസിറ്റി അതിലൂടെ കടന്നു പോവുകയും തുടർച്ചയായിട്ട് കൂടുന്നതനുസരിച്ച് കുറച്ചുകൂടി വരും കൂടി വരും എന്നുള്ള ഒരു ആശയമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവർക്ക് കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. വോൾട്ടേജ് ഇങ്ങനെ കൂടി വരും സാധാരണഗതിയിൽ എന്നുള്ള രീതിയിലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവർക്കൊരു 4.9 ഇലക്ട്രോൺ വോൾട്ട് ആയ സമയത്ത് വോൾട്ടേജ് ആ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കറണ്ട് ഡ്രോപ്പായി. അവിടെ കറണ്ട് കുറഞ്ഞു. പിന്നീട് അവർക്കൊരു അതിനൊരു ഡബിൾ ആയ സമയത്ത് വീണ്ടും കറണ്ടിൽ മാറ്റമുണ്ടായി. പിന്നീട് ഈ 4.9-ൻ്റെ മൾട്ടിപ്പിളുകൾ അതിൻ്റെ ഗുണിതങ്ങൾ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ രീതിയിൽ കറണ്ടിനകത്ത് പെട്ടെന്ന് കുറവ് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇത് വിശദീകരിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു തുടർച്ചയായിട്ട് ആറ്റത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഊർജ്ജം വലിച്ചെടുക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതും ഈ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ ആറ്റത്തിന് എവിടെയോ ഈ ഊർജ്ജം വലിച്ചെടുക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും. അതായത് നമ്മൾ വോൾട്ടേജ് ഒരു 1, 2, 3 കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ നല്ല സ്പീഡ് ഉണ്ടാവും. അത് വന്നിട്ട് ഈ മെർക്കുറി ആറ്റത്തിൽ ഇടിച്ചിട്ട് തെറിച്ച് പോകും. പക്ഷേ 4.9-ൻ്റെ അടുത്തെത്തുമ്പോൾ 5-ൻ്റെ അടുത്തെത്തുമ്പോൾ നല്ല സ്പീഡിൽ വന്ന് ഇലക്ട്രോണിനെ മെർക്കുറി പിടിച്ചെടുക്കുന്ന പോലെയാണ്. അതിൻ്റെ എനർജി മുഴുവൻ തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും എനർജി ലെവൽ അവിടെ ഉണ്ടാവണം 4.9 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ. പിന്നെ 9.8-ലാകുമ്പോൾ ഒരു മെർക്കുറി ആറ്റത്തിന് കൊടുത്തിട്ട് ബാക്കിയുള്ള വേറെ മെർക്കുറി ആറ്റത്തിനൊക്കെ 2 ഷെയർ ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് ഈ ഫ്രാങ്കെറ്റ്സ് കണ്ടത്. അത് വളരെ രസകരമായുള്ളൊരു പരീക്ഷണമായിരുന്നു. അതോടുകൂടി ഈ ആറ്റം ലെവൽസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി. ഈ ബോർ ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്തെങ്കിലും പലർക്കും അത്ര വിശ്വാസമായിരുന്നില്ല. പക്ഷേ ഈ ഫ്രാങ്കെറ്റ്സ് എക്സ്പെരിമെൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ പിന്നെ സംശയം ഇല്ലാതെയായി. അങ്ങനെ ഈ മെർക്കുറിയുടെ ആക്ച്വലി എക്സ്പെരിമെൻറ്റിൽ അങ്ങനെ ഒരു ഗുണമുണ്ടായി. മാത്രമല്ല ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനുശേഷം വേറെ എക്സ്പെരിമെൻറ്റ് നടത്തി. അതായത് ഈ 4.9 അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് എമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ 4.9 ഇലക്ട്രോൺ വോൾട്ടിൽ ഉള്ള ലൈറ്റ് എനർജി ഫോട്ടോണായിട്ട് പോവുകയാണെങ്കിൽ അത് അൾട്രാവയലറ്റിലായിരിക്കും. ഒരു 250 നാനോമീറ്ററിൻ്റെ അതെ. അപ്പോൾ അത് ചെയ്തു അല്ലേ അത് അവർ പരീക്ഷണം നടത്തിയിട്ട് കണ്ടുപിടിച്ചു. അതൊരു ബോറിന്റെ ആ ഒരു തിയറിയിലുള്ള ഇക്വേഷൻ വളരെ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു വാലിഡിറ്റി, അതായത് ബോർ മോഡൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇത് വെറുതെ അങ്ങ് കുട്ടികൾ നേരിട്ട് ഓക്കെ ഇതിങ്ങനെയാണ് ബോർ മോഡൽ എന്ന് പറഞ്ഞ സാധനം അങ്ങനെ പഠിക്കുകയല്ല വേണ്ടത്. മറിച്ച് അവർക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഒരു പക്ഷേ അവർക്ക് പൂർണ്ണമായിട്ട് വിശദീകരിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ പോലും പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് കൃത്യമായിട്ട് ഈ തിയറികളെല്ലാം ശരിയാണെന്ന് പിന്നീട് സ്ഥാപിക്കുക എന്നുള്ള ശാസ്ത്രീയമായ രീതി അത് കുട്ടികളിലേക്ക് എത്തണം. നമ്മൾ സയൻസ് പഠിപ്പിക്കുമ്പോൾ വെറും കുറേ ആശയങ്ങൾ മാത്രം കുട്ടികളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അത് ശാസ്ത്രീയമായ രീതി എന്താണെന്ന് കൂടി അവർ അറിയേണ്ടതുണ്ട്. അപ്പോൾ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഫ്രാങ്കെറ്റ്സ് എക്സ്പെരിമെൻ്റ് വന്നപ്പോഴാണ് ഊർജ്ജ നിലകൾ എന്നുള്ള ആശയം, അല്ലെങ്കിൽ ഷെല്ലുകൾ ഉണ്ടെന്നുള്ള ആശയം, ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ നിന്ന് മറ്റൊരു ഷെല്ലിലേക്ക് ചാടുന്നുണ്ടെന്നുള്ള കാര്യം, അത് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ടായിരിക്കും ചാടുക എന്നുള്ള കാര്യം, തിരിച്ച് ഒരു ഷെല്ലിൽ നിന്ന് ഉള്ളിലേക്ക് ചാടാം എന്നുള്ള കാര്യം, അപ്പോൾ ഇലക്ട്രോൺ ഊർജ്ജം പുറത്തുവിടുന്നുള്ള കാര്യം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിക്കാൻ പറ്റും, പരീക്ഷണം വെച്ചിട്ട് വിശദീകരിക്കാൻ പറ്റുമെന്ന് വരുന്നത് ഈ ഫ്രാങ്കെറ്റ്സ് എക്സ്പെരിമെൻ്റ്. ഈ പരീക്ഷണമുണ്ട് വേറെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഒരു സ്കൂൾ വിദ്യാർത്ഥി ആലോചിക്കുമ്പോൾ ഒരു ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു സോളാർ സിസ്റ്റത്തിൻ്റെയൊക്കെ ചെറിയൊരു മാതൃകയായിരിക്കും മനസ്സിൽ വരിക. അപ്പോൾ ഈ റൂമിലെ ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ തമ്മിൽ മുട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. സോളാർ സിസ്റ്റത്തിൻ്റെ കേസിൽ തൊട്ടടുത്ത നക്ഷത്രങ്ങളൊന്നുമില്ല, ഒന്നും മുട്ടുമൊന്നും ഇല്ല. പക്ഷെ മുട്ടിയിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അങ്ങനെ സംശയം വരാമല്ലോ. ഈ ഒരു റൂമിൽ ഒരുപാട് ആറ്റംസ് ഉണ്ട്, തമ്മിലിങ്ങനെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നൊക്കെ നമ്മൾ പറയാം, ഇടിക്കുന്ന ശരിയാണ്. അങ്ങനെ ഇടിക്കുകയാണെങ്കിൽ തകർന്നു പോകില്ലേ എന്നൊക്കെ സംശയം വരുമല്ലോ. അപ്പോൾ ഇതൊരു പ്രൂഫാണ്, അങ്ങനെ സംഭവിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെർക്കുറി ആറ്റം എടുക്കുകയാണെങ്കിൽ 4.9 ഇലക്ട്രോൺ വോൾട്ടുള്ള എനർജിയുള്ള സാധനം വന്ന് ഇടിച്ചാലേ അതിനെ അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 പന്ത് നമ്മൾ എറിക്കുന്ന പോലെ തെറിച്ചു പോകും.
ഇനി 4.9 ഇലക്ട്രോൺ വോൾട്ട് വന്നാൽ തന്നെയും ആറ്റം പൊളിഞ്ഞു പോകുന്നില്ല. അത് ഒരു ലെവലിൽ അതിൻ്റെ ഇലക്ട്രോൺ ഒരു എനർജി ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് പോകുള്ളൂ. അപ്പോൾ ആറ്റങ്ങൾ തമ്മിൽ ഇടിക്കുന്നുണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് ലോ എനർജിയിലാണെങ്കിൽ തമ്മിൽ രണ്ട് പന്തുകൾ തമ്മിലിടിക്കുന്ന പോലെ അങ്ങ് തെറിച്ച് പോകും. കുറേ കൂടി എനർജി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആറ്റം എക്സൈറ്റഡ് ആവും, ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് പോകും. വളരെ ഉയർന്ന ഊർജ്ജം കിട്ടിയാൽ മാത്രമേ ആറ്റത്തിൽ ഇലക്ട്രോണുകൾ തെറിച്ചു പോയിട്ട് അയണൈസ് ചെയ്യുന്ന സംഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ പരീക്ഷണം കിട്ടുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ 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 തീർച്ചയായിട്ടും. ഈ സോളാർ സിസ്റ്റം മോഡൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ ഒരു പക്ഷേ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. അത് ജീൻ പെറിൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ജീൻ പെറിനെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം 1901 ഒരു പ്ലാനറ്ററി സിസ്റ്റം മോഡൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം റുദർഫോർഡിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇവിടെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം 1926 ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ആണ് ആദ്യമായിട്ട് ഈ അവഗാഡ്രോ നമ്പർ എന്ന വാക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞാനത് എടുത്തു പറയാനുള്ള കാര്യം, പല ആളുകളുടെയും തെറ്റിദ്ധാരണ ഈ അവഗാഡ്രോ ആണ് ഈ അവഗാഡ്രോ നമ്പർ കണ്ടെത്തിയതെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. അവഗാഡ്രോയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നിയമം മുന്നോട്ട് വെച്ചു. അവഗാഡ്രോ നമ്പർ പേര് കൊടുത്ത കാര്യം അവഗാഡ്രോ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇല്ല അദ്ദേഹം മരിച്ചിട്ട് എത്രയോ കാലത്തിന് ശേഷമാണ് ഈ അവഗാഡ്രോ നമ്പർ എന്നുള്ള ഒരു പേര്. അവഗാഡ്രോ ആണ് പക്ഷെ അതിൻ്റെ ആശയം കൊടുത്തത്. അതായത് ഒരേ വ്യാപ്തം ഉള്ള മാത്രമല്ല അങ്ങനെ നമ്പറിന്റെ എത്രയായിരിക്കുന്ന പോലും അവഗാഡ്രോന്റെ കാലത്ത് അറിയില്ല. ഇല്ല അറിയില്ല. ഒരേ വ്യാപ്തമുള്ള ഒരേ മർദ്ദത്തിലും താപനിലയിലുള്ള ഏതൊരു വാതകം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് തുല്യ എണ്ണം ആറ്റങ്ങളോ തന്മാത്രകളോ ഒക്കെ ഉണ്ടാവുന്നുള്ളൊരു ആശയം മാത്രമാണ് അവഗാഡ്രോ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ഒരു സംവിധാനത്തിൽ എത്ര നമ്പർ ഉണ്ടാവും എന്നുള്ള കാര്യം പിന്നീട് കണ്ടെത്തുന്നത് ശരിക്കും പെറിനാണ്. പെറിൻ കണ്ടെത്തി അദ്ദേഹം ഈ ബ്രൗണിയൻ മോഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനത്തിലുള്ള ഒരു പരീക്ഷണം അദ്ദേഹം നടത്തി. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പരീക്ഷണമായിരുന്നു. ബ്രൗണിയൻ മോഷൻ എല്ലാവർക്കും അറിയണമെന്നില്ല, അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അത് നമ്മൾ കേൾവിക്കാരായിട്ടുള്ളവർക്ക് ബ്രൗണിയൻ മോഷൻ ശരിക്കും ഇപ്പം ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ ഈ മഞ്ഞളൊക്കെ വെച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ. മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഫ്ലൂറസൻസ് കാണുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഇപ്പോൾ ആളുകൾ ചെയ്യുന്നുണ്ട്, രസകരമായിട്ട് ആളുകൾ കാണുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ മഞ്ഞൾ പൊടിയുടെ ഒരു ബ്രൗണിയൻ മോഷൻ നടക്കുന്നുണ്ട്. അതിലൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ വെള്ളത്തിലൂടെ ഇങ്ങനെ തട്ടിത്തറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ പൊടി. ആ രീതിയിൽ സാധാരണ ഇപ്പോൾ പുക ഒരു ഉദാഹരണം പറഞ്ഞാൽ, പക്ഷേ മഞ്ഞൾപ്പൊടിയൊക്കെ അത്രയും ചെറുതായിരിക്കും. വളരെ ചെറുതാണെങ്കിലാണല്ലോ ഇത് തന്മാത്രകൾ നമ്മൾ ഇടിച്ചിട്ട് ചലിച്ചു പോകുന്നത്. അല്ല, ഈ ഉദാഹരണം ജലതന്മാത്ര ആയിട്ടും ഇടിച്ചാൽ മതി. ജലതന്മാത്രയുടെ മൂവ്മെന്റിന്റെ ഇടയിൽ പെട്ടാൽ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യം ഈ ബ്രൗണിയൻ മോഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ബാക്ടീരിയ വൈറസൊക്കെ പോലുള്ള ജീവികളെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളെ പോലുള്ള വളരെ സുഖകരമായൊരു ജീവിതമല്ല. സുഖകരം ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് കേട്ടോ, മനുഷ്യൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണ്. കാരണം ഇതിനപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള തന്മാത്രകളൊക്കെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് തെറിപ്പിച്ച് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം ഈ തന്മാത്രകളൊക്കെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ. താപനില കൂടുതലനുസരിച്ച് വളരെ വേഗത്തിലാവും, അതിനനുസരിച്ചിട്ടുള്ള കിട്ടുന്ന ഇടിയും വളരെ വേഗത്തിലാവും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ, കണങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചലിക്കുന്നതാണ് ബ്രൗണിയൻ മോഷൻ ഉണ്ടാകുന്നത്. നമ്മൾ പുകയിലൂടെ ഇപ്പോൾ വെളിച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രൗണിയൻ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ ബ്രൗണിയൻ മോഷൻ്റെ ഇതിൽ നിന്നാണ് ഈ തന്മാത്രകളുടെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് ധാരണ കിട്ടുന്നത്. അതുപോലെ നിന്നാണ് അവഗാഡ്രോ നമ്പർ കിട്ടുന്നത്. ഇതാണ് പെറിൻ്റെ ഇതായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ സൈസിനെ കുറിച്ച് ഒരു ധാരണ വരുന്നത് ഏതാണ്ട് മാത്രം ഈ നമ്പർ അദ്ദേഹം ചെയ്യുന്ന ആക്ച്വലി അപ്പോഴേക്കും ഈ ബ്രൗണിയൻ മോഷന്റെ ഒരു വിശദീകരണം ഐൻസ്റ്റൈൻ ആണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളത്തിൽ റെസിൻ തന്മാത്രകളെ വളരെ സമയം നോക്കിയിരുന്നു. ഓരോ ഇതും എത്രത്തോളം ദൂരം ചലിക്കുന്നുണ്ട്, ഏതെല്ലാം പാതയിലൂടെ സഞ്ചരിക്കുന്നുള്ള മുഴുവൻ രേഖപ്പെടുത്തിയിട്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം എനിക്ക് തോന്നുന്നത്, ഈ 1905 ആണ് ഐൻസ്റ്റൈൻ ഈ ബ്രൗണിയൻ മോഷന്റെ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. അതേ വർഷം തന്നെയാണ് പിന്നീട് അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടാൻ ക്വാണ്ടം മെക്കാനിക്സിനൊക്കെ സഹായിച്ച ഫോട്ടോ ഇലക്ട്രിക് വരുന്നത്. അതേ വർഷം തന്നെയാണ് റിലേറ്റിവിറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് പേപ്പറുകൾ E=mc² ഉൾപ്പെടെയുള്ളത് കൊണ്ടുവരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു അത്. ഈ കാര്യം ഉപയോഗിച്ചിട്ടാണ് പെറിൻ അവഗാഡ്രോ നമ്പർ കണ്ടെത്തുന്നത്. അവഗാഡ്രോ നമ്പറിലേക്ക് അദ്ദേഹം വരുന്നത് ഈ ഒരു ആശയത്തിൽ നിന്നാണ്.
ഗ്യാസ് കോൺസ്റ്റൻറ്റും വെച്ചിട്ട് ക്യാപിറ്റൽ ആർ അതും വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ആദ്യമായിട്ട് അവഗാഡ്രോ നമ്പർ ആദ്യമായിട്ട് ചെയ്തത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് അവഗാഡ്രോയുടെ നമ്പറുകൾ പല രീതിയിലുള്ള പല ഈ ഡെസിമൽ പ്ലേസുകളിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറയുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇത് കണ്ടെത്തിയത് എങ്ങനെയാണ് എന്നുള്ളതും അതിന് പിന്നിൽ പരീക്ഷണങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടി നടത്തി എന്നുള്ളതും അതുപോലെ തന്നെ ആ നമ്പറിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതും അതിൻ്റെ അങ്ങനെയുള്ള ചരിത്രപരമായിട്ട് പ്രാധാന്യമുണ്ട്. കാരണം ആറ്റമൊക്കെ ശരിക്കും ആറ്റത്തിൻ്റെ ഒരു അസ്തിത്വം കൃത്യമായിട്ട് വന്നിട്ടുള്ളത് ഇത് വന്നതോടുകൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ക്ലാസ് തന്നെ ഈ മോൾ സങ്കല്പനമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കെമിസ്ട്രിയിൽ. അതിലേക്കൊക്കെ പോകണമെങ്കിൽ ഇതൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഇത് വന്ന സമയത്തുള്ള പരീക്ഷണം കൂടി നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, അതുപോലെ അവഗാഡ്രോ അല്ല ഇതൊന്നും ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കും. ഞാൻ ഇതിനിടയിൽ പറഞ്ഞതാണ് ഈ പെറിൻ്റെ കാര്യം. പെറിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഒരു സോളാർ സിസ്റ്റം മോഡലിനോട് തുല്യമായിട്ടുള്ള പ്ലാനറ്ററി സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം, ഗ്രഹങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങൾക്ക് സൂര്യ ചുറ്റും സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുന്നുള്ളൊരു ആശയത്തിലുള്ളൊരു ആറ്റം മോഡൽ മുന്നോട്ട് വെച്ച വ്യക്തിയുള്ള ഒരാൾ 1901 അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ റുദർഫോർഡിനെ പോലെ ഒരു എക്സ്പെരിമെൻ്റ് ഒന്നും നടത്തിയിട്ടല്ല. അതിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാതിരിക്കാനുള്ള കാരണവും അന്ന് എക്സ്പെരിമെൻറ്റുകളൊന്നും നടന്നിട്ടില്ല. കാരണം റുദർഫോർഡിന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഗീഗറിൻ്റെയും മാർഷലിൻ്റെയും ഒക്കെ തന്നെ പരീക്ഷണം, ഗോൾഡൻ ഫോയിൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു പിൻബലവും അതിൻ്റെ വിശദീകരണമായിട്ടാണ് ഇത് വരുന്നത്. മറ്റതിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ പിന്നെ ഈ സാറ്റേണിനെ പോലത്തെ മോഡൽ ചില പ്രപ്പോസ് ചെയ്തിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു ജപ്പാൻകാരനാണ് ചെയ്തിരുന്നത്. നഗാക്കോ എന്നായിരുന്നു, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു, സാറ്റേണിൻ്റെ ഒരു മോഡൽ എന്നുള്ള ആശയത്തിനകത്ത്. പക്ഷെ അതിനൊന്നും സാറ്റേണിൽ നമ്മുടെ പ്ലാന്റിന്റെ മെയിൻ ബോഡിക്ക് ചുറ്റും ഈ റിംഗ് ഉള്ളതുപോലെ കുറേ ഇലക്ട്രോൺസ് ഇങ്ങനെ റിംഗ് ആയിട്ട് വരുന്നുള്ള റിംഗ് ആയിട്ടാണ്, അല്ലാതെ പാർട്ടിക്കിൾ എന്നുള്ള രീതിയിലല്ല, റിംഗ് ആയിട്ടാണ് വരുന്നൊരു ആശയത്തിലാണ്. ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് അല്ല, മൊത്തം ഒരു അല്ല അതിന് ഷേപ്പിലുള്ള ഒരു ഇതിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. ഇതിപ്പോൾ നമ്മൾ മറ്റേതൊരു ചെറിയൊരു ഒരു പോയിന്റ് പോലുള്ള അല്ലെങ്കിൽ ഒരു സ്ഫിയർ പോലുള്ള ആ രീതിയിലാണോ നമ്മൾ ഇലക്ട്രോൺ സങ്കല്പിക്കുന്നത്? അങ്ങനെയല്ല, ബോൾ പോലുള്ള അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ. അത് മാത്രമല്ല അതിന് വേറെ മറ്റു രീതിയിലുള്ള ഈ പരീക്ഷണത്തിന്റെ ഒന്നും പിൻബലവും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇവരുള്ള പല ആളുകളും ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വലിയ പരീക്ഷണങ്ങൾ ഒന്നും അതിനകത്ത് കാര്യമായിട്ട് വന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് കൃത്യമായിട്ട് വന്നത് ഈ ഗീഗറിൻ്റെയും മാർഷലിൻ്റെയും എക്സ്പെരിമെൻ്റ് നടന്നതിന് ശേഷം റുദർഫോർഡ് അണുകേന്ദ്രം എന്നുള്ളൊരു ആശയം ഒക്കെ കൃത്യമായിട്ട് വന്നതിന് ശേഷമാണ്. കൃത്യമായിട്ട് സ്ഥാപിക്കപ്പെടുന്നത് പരീക്ഷണത്തിനെ വിശദീകരിക്കുന്ന രീതിയിലാണ്. അതാണ് പരീക്ഷണത്തിൻ്റെ പ്രാധാന്യം, അതാണ് നമ്മൾ പറയുന്നത്. മറ്റതെല്ലാം പലപ്പോഴും ചില കാര്യങ്ങൾ അവരുടെ ഒരു സങ്കല്പനം എന്ന രീതിയിലാണ് വരുന്നത്, ഒരു ഹൈപ്പോത്തിസിസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത് പരീക്ഷണത്തിന് കൂടി ചേരുമ്പോഴാണ് ഈ സങ്കല്പനങ്ങൾ ഒരു കൃത്യമായ തിയറിയുടെ രൂപത്തിലേക്കും അത് ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ മാറുന്നത്. വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ബുദ്ധിമാന്മാരായുള്ള കുറച്ച് പേര് ഇങ്ങനെ ഇരുന്ന് മനനം ചെയ്ത് അല്ലെങ്കിൽ ധ്യാനം നടത്തിയിട്ടല്ലാതെ കണ്ടുപിടിച്ചത് പരീക്ഷണങ്ങളിൽ നിരീക്ഷണങ്ങളും ഒക്കെ അതെ ചെയ്തിട്ടാണ് അല്ലേ? അങ്ങനെ വരുമ്പോഴേ അത് പൂർണ്ണമായിട്ടും ശാസ്ത്രീയമായി മാറുന്നുള്ളൂ. മറ്റേതൊന്നും പോലും ഈ ഇവര് ഇങ്ങനെ കണ്ടുപിടിച്ചു ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ കൊടുക്കണല്ലാതെ ആ പ്രോസസ്സ് പലപ്പോഴും പറയാറില്ല. അത് പറയാത്തതിൻ്റെ ഒരു പ്രശ്നം ആണ്. ശാസ്ത്രീയമായ രീതി എന്താണെന്ന് പലപ്പോഴും കുട്ടികൾക്ക് ശാസ്ത്രം അവർ പഠിക്കുന്നത് ഈ പറഞ്ഞ പോലെ ചരിത്രം പഠിക്കുന്ന പോലെ ആയി പോകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. പരീക്ഷണങ്ങൾക്കുള്ള അതിനുള്ള പ്രാധാന്യം ഷൈൻ്റെ അഭിപ്രായം പറഞ്ഞുകൊള്ളാന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരുപാട് പേര് ഒരുപാട് സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിൽ ചിലത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഈ തെറ്റായി പോയ സിദ്ധാന്തങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വരാമല്ലോ. ശരിയായിട്ടുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ, വേറെ പല മണ്ടത്തരങ്ങളൊക്കെ അതൊക്കെ അയച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മറ്റു മോഡലുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? നേരെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മോഡൽ പറഞ്ഞാൽ പോരെ, അതിനു മുമ്പുള്ള ഈ റുദർഫോർഡ് മോഡൽ, ബോർ മോഡലൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതിനെക്കുറിച്ച് അഭിപ്രായം എന്താ? അത് അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ തന്നെ ചരിത്രപരമായിട്ട് തന്നെ പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്താ വെച്ചാൽ ഒരിക്കലും പെട്ടെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരുന്നതല്ല, മറിച്ച് ആ കാലഘട്ടം വരെ കണ്ടെത്തിയ വിവിധ മേഖലകളിലുള്ള ആശയങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ചേർത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആണ് ശ്രമിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികൾ, അതാണ് ശാസ്ത്രീയമായ രീതി. അതാണ് നമ്മൾ ഒരു പുതിയൊരു ആശയം വരുന്നു, അതുകൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത ചില പ്രതിഭാസങ്ങൾ വരുന്നു, അതിനെ വീണ്ടും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ആ സമയത്ത് പുതിയ കണ്ടെത്തലുകൾ അങ്ങനെ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ മുകളിൽ അറിവ് നിർമ്മിച്ചു പോകുന്നു എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം കുട്ടികൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യോത്തരം എന്നുള്ള രീതിയിൽ ഏറ്റവും പുതിയത് മതിയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ അറിവ് നിർമ്മാണം എന്നുള്ളൊരു കാര്യവും ശാസ്ത്രീയമായ ചിന്താ രീതി എന്താണെന്നുള്ള കാര്യവും നമുക്ക് കിട്ടണമെങ്കിൽ
ഈ രീതിയിൽ പോകുന്നതാണ് ഏറ്റവും അത് അപ്പോൾ പറ്റിയത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അറിവ് കൊടുക്കുക എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു ലോജിക്ക് അതിലേക്ക് എങ്ങനെയാണ് ഇവർ എത്തിയെന്നുള്ളത് അതിൻ്റെ സയൻസ് രീതിയൊക്കെ കൂടി അതെ അവർക്ക് പറഞ്ഞു നോക്കേണ്ട ആവശ്യം. അതെ 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 അങ്ങനെ വരുമ്പോഴേ അത് ശാസ്ത്രീയമായ രീതിയായി മാറുന്നുള്ളൂ, ഇല്ലെങ്കിൽ അത് ശാസ്ത്രീയമായ രീതിയല്ല.